കുറച്ച് പിസ്താഷ്യയിലും ഒരു കുഞ്ഞു കാർഡ്ബോർഡ് പീസ് എടുക്കാനുണ്ടോ കയ്യിൽ? എങ്കിൽ പോന്നോളൂ, നമുക്ക് ഇപ്പം തന്നെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് മനസ്സിലായോ? ആ മുകളിലത്തെ ആ ഒരു പോർഷൻ നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് അടിയിൽ ഇതുപോലെ ഒരു ലൈൻസ് ഉള്ളൊരു പാർട്ട് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് നമുക്ക് മുകളിലത്തെ ആ ഒരു പോർഷൻ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇതേ അങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊരു ബോർഡർ പോലെ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ പേപ്പർ സ്റ്റിക്കോ മറ്റോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബോർഡർ കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ബോർഡർ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു മെസ്സി ആയിട്ടുള്ളൊരു ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു വയർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു കുഞ്ഞു ഡിസൈൻ അവിടെ ചെയ്ത് കൊടുക്കുകയാണ്. അത് ആദ്യം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ വയറൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് വയർ ഇരിക്കുന്നത് കൊണ്ട് ഞാനത് യൂസ് ചെയ്തേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൂളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ വളച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മതി, ഇങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് തന്നെ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള പിസ്താഷ്യയിൽ ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടൊരു വർക്കാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ 2 എണ്ണം നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ചെയ്തെടുത്തിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേറെ കളറിങ്ങും പരിപാടികളൊന്നുമില്ല. ഇനി ബോർഡർ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം, അതും കൂടി ഇനി വേണ്ടു. അപ്പോൾ നമുക്ക് ബോർഡർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഉദ്ദേശിച്ചൊരു കളർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ചും ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു വുഡൻ കളറാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ബോർഡറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ആ ഒരു ബോർഡർ കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അപാകതകളുണ്ട്. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഉള്ളിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ഞാൻ കുറച്ച് വാർണിഷും കൂടെ ഉള്ളിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ പിസ്താഷ്യലിനൊക്കെ കുറച്ചൊരു എന്താ പറയുക, ഒരു ഷൈനി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇത് വീഡിയോയിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിളിലൊന്ന് വെച്ചേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു ലൈക്കെങ്കിലും ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ നിറയെ ക്രാഫ്റ്റ് വർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ടേബിളിൽ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.